ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ നെജ്യൂസ് ഓൺ. അപ്പോ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഷോർട്ട് നോട്ടീസ് ഇറങ്ങി, അതായത് BSNL സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. അതിന്റെ ഷോർട്ട് നോട്ടീസ് ഔട്ട് ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫൈനലി അവിടെ എന്ത് ചെയ്യാം, BSNL സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതില് ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അവിടെ പറയാം. അപ്പൊ ഇതില് ഫെബ്രുവരി മാസം 5-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മാസം 7-ാം തീയതി വരെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. 10-ാം തീയതി വരെ, 15-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവർ ടെന്റേറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 29 മാർച്ച് 29 എന്നുള്ള രീതിയിലാണ് ടെന്റേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പം ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഷോർട്ട് നോട്ടീസിന്റെ സമയത്ത് തന്നെ നമ്മൾ ഇത്ര വേക്കൻസി എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. 95 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. SC 14, ST 7, OBC NCL 25, EWS 9, ഓപ്പൺ കാറ്റഗറി 40, PWD കാൻഡിഡേറ്റ്സ് ടോട്ടൽ 4. അപ്പൊ ഇതാണ് നമ്മളുടെ വേക്കൻസി ഡീറ്റെയിൽസ്. ഇനിയിപ്പോ നമ്മളവിടെ ഏജ് ലിമിറ്റ് പറയുമ്പോൾ മിനിമം 21, മാക്സിമം 30 ഏജ് ലിമിറ്റ് ഉള്ളത്. പിന്നെ OBC SC ST PWD കാൻഡിഡേറ്റ്സിൽ കറസ്പോണ്ടിങ് 3, 5, 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ അവിടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, CS കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ ഉണ്ടാവുക. അതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിലബസ്. അതായത് പാർട്ട് 1 നമ്മുടെ ടെലികോം കാറ്റഗറിയാണ്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, 40 ക്വസ്റ്റ്യൻസ്, 40 മാർക്സ്. പാർട്ട് 2 എന്ന് പറയുന്ന കോർ ആണ്, ടെക്നിക്കൽ ടെലികോം ടെസ്റ്റ് തന്നെയാണ്. 160 ക്വസ്റ്റ്യൻസും 160 മിനിറ്റും. ഓക്കെ, അപ്പൊ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 200 ക്വസ്റ്റ്യൻസ്, 200 മാർക്സ് ആണുള്ളത്. ടോട്ടൽ 180 മിനിറ്റ്സ് ആണുള്ളത് കേട്ടോ. 180 മിനിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതായത് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, 160 ക്വസ്റ്റ്യൻസ് 160 മാർക്ക്, ടോട്ടൽ 200 മാർക്ക്, 200 ക്വസ്റ്റ്യൻസ്. 3 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ. 180 മിനിറ്റ്സ്, 200 മാർക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. 1/4 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ പാർട്ട് 1ഉം പാർട്ട് 2നും സെപ്പറേറ്റ് ആയിട്ട് എന്താ, മിനിമം ക്വാളിഫയിങ് പെർസെന്റേജ് ഉണ്ട്. അതെന്താ 40% ആണ് വരുന്നത്. പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദി ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദി പാർട്ട് 1 ആൻഡ് പാർട്ട് 2, provided the candidate has secured a minimum qualifying marks as prescribed above. അതായത് പാർട്ട് 1ഉം പാർട്ട് 2 കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഔട്ട് ഓഫ് 200 ആണെങ്കിൽ അവര് പാനലിസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടാവുക. പിന്നെ കറസ്പോണ്ടിങ് ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 9 ലക്ഷം രൂപയാണ് ബോണ്ട് ഉള്ളത്. 5 ഇയേഴ്സ് ട്രെയിനിങ്ങിന്റെ കാര്യം. ഓക്കെ, പിന്നെ കരിയർ പ്രോഗ്രഷൻ, അതായത് ആ ഒരു എന്താ പറയണ്ട, പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക. സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്നുണ്ടാവും. ഇപ്പം സോറി, സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനിന്ന് പിന്നെന്താ, അത് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വരെയൊക്കെ എന്താ നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ ആവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, പിന്നെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ക്വാളിഫിക്കേഷന്റെ കാര്യം പറയാം. ക്വാളിഫിക്കേഷൻ ടെലികോം ഓപ്പറേഷൻസ് ആണ്. അതിലെന്താ, ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് BE അല്ലെങ്കിൽ BTech വിത്ത് മിനിമം 60% മാർക്ക് വേണം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക്, IT കഴിഞ്ഞവർക്ക്, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക്, അതില്ല ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കോമ്പിനേഷൻ ഓഫ് ദീസ് ഡിസിപ്ലിൻ.
പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സിലബസിന്റെ കേസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിന്റെ കാര്യം. പാർട്ട് 1 ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കുഴപ്പമില്ല, എന്താ ക്യൂഎ റീസണിങ്, ഡാറ്റ സഫിഷ്യൻസി, വെർബൽ എബിലിറ്റി, റീഡിംഗ് കോമ്പിനേഷൻ ആൻഡ് അനാലിസിസ്. ഓക്കെ. പിന്നെ നമ്മളുടെ ടെക്നിക്കൽ 160 ക്വസ്റ്റ്യൻസ് 160 മാർക്സ്, ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും എന്താ മറ്റൊരു ടെക്നിക്കൽ പാർട്ടാണ് ഉള്ളത്. അപ്പൊ അതിൽ പറയുന്നത് ബേസിക് ടെലികമ്മ്യൂണിക്കേഷൻ കൺസെപ്റ്റ് 15% വെയിറ്റേജ് ഉണ്ട്. സിഗ്നൽ പ്രോസസ്സിംഗ്, മോഡുലേഷൻ ഡിമോഡുലേഷൻ ടെക്നിക്സ്, മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്ക്, സ്പെക്ട്രം മാനേജ്മെന്റ്. പിന്നെയാണ് വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അതിൽ GSM, അതേപോലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ മൊബൈൽ ആന്റിന സിസ്റ്റംസ്, എല്ലാം കമ്മ്യൂണിക്കേഷൻ, സ്പെക്ട്രം മാനേജ്മെന്റ്, ഫിക്സഡ് വയർലെസ് ആക്സസ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ് അവിടെ മൊത്തം വരുന്നത്. പിന്നെ വീണ്ടും വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, അതും 15% വെയിറ്റേജ്. ടെലികോം ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ, FTTHും അതുപോലെ GPOണും EPOണും കാര്യങ്ങളൊക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റം, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി. പിന്നെ IP ഡാറ്റ നെറ്റ്വർക്ക്, ഇത് നമ്മളെ CS കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതും 50% മാർക്സ് ആണ്, വെയിറ്റേജ് ആണ് ഉള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് MPLS, നെറ്റ്വർക്ക് ഡിസൈൻ, അതുപോലെ എമർജിംഗ് ടെക്നോളജീസ്, IoT കാര്യങ്ങളൊക്കെ, ഇതും CS ഒക്കെ കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ്, അത് 10%. അപ്പൊ ഇതാണ് നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇലക്ട്രിക്കലിന്റെ അങ്ങനെയൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കൽ അപ്ലൈ വേണ്ടി പറ്റും, ഇലക്ട്രോണിക്സ് അപ്ലൈ വേണ്ടി പറ്റും, CS, IT. അപ്പൊ സിലബസ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക്സും CS ബാർ ITക്ക് വെയിറ്റേജ് കൊടുത്തുള്ള ഒരു സിലബസ് ആണ് ഇതുള്ളത്. കാരണം BSNL ആണ് അല്ലെ. അപ്പോ ഇതാണ് നമ്മളുടെ ഡീറ്റെയിൽഡ് സിലബസ് വന്നിട്ടുള്ളത്. ഞാൻ ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. പിന്നെ എക്സാം സെന്റർ പറയുമ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.